ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ണുകൾക്ക് മൂന്നാമത്തെ യോഗയുടെ എക്സസൈസ് ആണ് ഞാൻ ഇന്ന് ഈ പ്രവർത്തനത്തിലൂടെ ഇവിടെ ഇടുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ 2 തരത്തിലുള്ള യോഗയുടെ എക്സസൈസുകൾ നമ്മൾ കണ്ണുകൾക്ക് വേണ്ടി ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സസൈസ് ആയിരുന്നു അത്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടെ കാഠിന്യമേറിയ ഒരു എക്സസൈസ് ആണ്. അതായത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾക്ക് ഈ എക്സസൈസ് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രവർത്തനം നമ്മളുടെ കണ്ണുകൾക്ക് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആ മൂന്നാമത്തെ എക്സസൈസിലേക്ക് പോകാം. നമ്മളെ ഈ മാറ്റില് ഇവിടെ ഇങ്ങനെ ഈ മാറ്റിലേക്ക് നല്ല സുഖാസനത്തിലിരിക്കുക. ഇങ്ങനെ സുഖാസനത്തിൽ ഇരുന്നതിന് ശേഷം നമ്മളുടെ മനസ്സിനെ ശാന്തതയിലേക്ക്, സ്വസ്ഥമായ ഒരു പൊസിഷനിലേക്ക് നമ്മളുടെ മനസ്സിനെ ഒരു ഏകാഗ്രതയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മളുടെ കണ്ണുകളിലേക്ക് ഉള്ള മൂന്നാമത്തെ യോഗ അല്ലെങ്കിൽ മൂന്നാമത്തെ യോഗയുടെ എക്സസൈസ് ആണ് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ കൈകൾ രണ്ടും ഷോൾഡർ ലെവലിലും ഭൂമിക്ക് പാരലുമായി കണ്ണുകൾക്ക് നേരെ കൈകളുടെ മുഷ്ടി ചുരുട്ടി തമ്പുവിരൽ നേരെ മുകളിലേക്കാക്കി കണ്ണുകൾ രണ്ടും ഈ വിരലുകളുടെ മുകളിലുള്ള നഖത്തിലേക്ക് നോക്കുക. ഇതാണ് നമ്മൾ ആദ്യത്തെ പൊസിഷൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിന് കണ്ണുകളുടെ കൃഷ്ണമണിക്ക് യാതൊരു കാരണവശാലും ചലനമില്ല. അതെല്ലാവരും ഓർത്തിരിക്കണം. കണ്ണുകളുടെ കൃഷ്ണമണി ചലിപ്പിക്കാതെ തന്നെ നമ്മൾ ഈ കൈകളുടെ നഖങ്ങളിലേക്ക് നോക്കുകയും ഈ 2 കൈകളും 2 സൈഡിലേക്ക്, അതായത് വലത് കൈ വലത് സൈഡിലേക്കും ഇടത് കൈ ഇടത് സൈഡിലേക്കും മെല്ലെ ചലിക്കുന്ന സമയം നമ്മളുടെ കണ്ണുകളുടെ കൃഷ്ണമണി ചലിക്കാതെ, നമ്മളുടെ പൊസിഷൻ തെറ്റാതെ, തലയോ കഴുത്തോ ശരീരമോ അനക്കാതെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് മാത്രം നോക്കുക. കൈകളുടെ മുഷ്ടി ചുരുട്ടിയ കൈകളുടെ നഖത്തിന്റെ മുകളിലേക്ക് നോക്കുക. ഈ കൈകൾ ചലിക്കുമ്പോൾ നമ്മളുടെ കൃഷ്ണമണി ചലിക്കാതെ ആ നോട്ടം നമ്മൾ പിന്തുടരുക. ഇപ്പം വലത് കൈ വലത്തോട്ടും ഇടത് കൈ ഇടത്തോട്ടും മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുടെ കണ്ണുകളുടെ കൃഷ്ണമണിക്ക് യാതൊരു കാരണവശാലും ചലനമില്ല. നമ്മൾ ഈ സൈഡിലൂടെ ആ കണ്ണുകളിലൂടെ തന്നെ നമ്മളെ 2 കൈകളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന അത്രയും ദൂരത്തേക്ക് നോക്കുക. ആ നഖങ്ങളിലേക്ക് തന്നെ ഇമ വെട്ടാതെ നമ്മൾ നോക്കിയിരിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ പൊസിഷനിലേക്ക് കൈകളെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ കണ്ണുകളുടെ ദൃഷ്ടിക്ക് യാതൊരുവിധ ചലനവുമില്ലാതെ കൈകൾ യഥാസ്ഥാനത്തേക്ക് കൈകളെ കൊണ്ടുവരിക. ഇത് ഒരു 10 സെക്കൻഡ് നമ്മൾ ഇത് ചെയ്യുക. അതിനുശേഷം 10 സെക്കൻഡ് നേരം നമ്മൾ കണ്ണുകൾക്ക് പൂർണ്ണമായ വിശ്രമം കൊടുക്കുക. അതായത് കണ്ണുകൾ അടച്ച് കണ്ണുകൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്രമം 10 സെക്കൻഡ് സമയം കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഇത് ചെയ്യാം. അങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയും 5 പ്രാവശ്യം ചെയ്യുന്നത് ആ ഒരു പ്രാവശ്യം 10 സെക്കൻഡ് കണ്ണുകൾ തുടർച്ചയായി ചെയ്യുന്നു. അതിനുശേഷം 10 സെക്കൻഡ് നമ്മൾ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുന്നു. വീണ്ടും 10 സെക്കൻഡ് നമ്മൾ കണ്ണുകൾക്ക് വേണ്ടി ചെയ്യുന്നു. വീണ്ടും 10 സെക്കൻഡ് കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ ചെയ്യുക. ഇതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയ കണ്ണുകളുടെ പേശികൾക്ക് പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കണ്ണുകൾക്കുള്ള ഒരു യോഗയുടെ എക്സസൈസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നമ്മൾക്ക് കമ്പ്യൂട്ടറോ മൊബൈലോ ലാപ്ടോപ്പോ കണ്ടിന്യൂ ആയ പ്രവർത്തനത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന പ്രവർത്തനക്ഷമതയുടെ വ്യതിയാനത്തിന് മാറ്റം വരുത്തുവാനും നമ്മൾക്ക് കണ്ണുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകാശത്തെ ആഗിരണം ചെയ്യുവാനും കണ്ണുകളുടെ പ്രവർത്തനങ്ങൾ നല്ല സുഗമമായി നടത്തുവാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ വളരെ നല്ല രീതിയിലുള്ള 3 എക്സസൈസുകളാണ് ഞാനിപ്പോൾ ഈ മീഡിയയിലേക്ക് ഇടുന്നത്. എല്ലാവരും ഈ എക്സസൈസ് നന്നായി ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കണ്ണുകളെ പൂർണ്ണമായും സംരക്ഷിക്കുക. ഏറ്റവും പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മളുടെ കണ്ണുകളാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കേണ്ടതാണ്. അപ്പോൾ കണ്ണുകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ കണ്ണുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കണ്ണുകളിലൂടെയുള്ള പ്രവർത്തനങ്ങളായ മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയുടെ വർക്കുകൾ. ഇത് ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾക്കുണ്ടാകുന്ന കണ്ണുകളുടെ പ്രവർത്തനക്ഷമതയിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കണ്ണുകൾക്ക് പെയിൻ ഇല്ലാത്ത രീതിയിലും കണ്ണുകൾക്ക് തലയ്ക്ക് വേദന വരാത്ത രീതിയിലും തലയ്ക്കുണ്ടാകുന്ന സമ്മർദ്ദത്തെ മാറ്റിയെടുക്കുവാനും ഞാൻ ഈ പറഞ്ഞ 3 എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കിത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ ഈ മീഡിയയിലെ പ്രവർത്തനങ്ങൾ കാണുകയും ഇതിനെ വിലയിരുത്തുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു.